എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ സംബന്ധിക്കുന്നത് ഈ യൂട്യൂബ് ചാനലിലൂടെ. ആഹ് ഇത് നമ്മൾ കഴിഞ്ഞൊരു മാസം പലരും നാട്ടിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്കൊരു മീറ്റിംഗ് നടത്താൻ കുറച്ച് ഡിലേ ഉണ്ടായി. ഏതായാലും നമ്മൾ പൂർവാധികം ശക്തിയോടെ ഇപ്പം അടുത്ത മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അതിന്റെ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നത്. ഞാനും ഒരു മാസക്കാലം, ഒരു ഒന്നൊന്നര മാസക്കാലം നാട്ടിലായിരുന്നു. ഒരു പുതിയ കൊച്ചു വീടൊക്കെ ഉണ്ടാക്കി, കൊച്ചു വീട് ഒക്കെ ഉണ്ടാക്കി ഒരു കുറച്ച് നാൾ അവിടെ താമസിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ നാട്ടിൽ നിന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയി കുറച്ച് നാൾ അവിടെ ജോലി ചെയ്യും, പിന്നെ തിരിച്ചു വരും. അങ്ങനെയൊക്കെ കുറച്ചു കാലം ഒരു ഒരു ബാംഗ്ലൂരുകാരനായി ജീവിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു. നമ്മുടെ ബോംബെയിലെ ഒരു ജീവിതത്തിൽ നിന്നും കുറച്ചൊരു വ്യത്യാസം ബാംഗ്ലൂരിലുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഇവിടെയുള്ള അത്രയും ഒരു 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 അടിപിടി ബാംഗ്ലൂർ ഇല്ല എന്ന് തോന്നുന്നു. നമ്മുടെ ലോക്കൽ ട്രെയിനിലുള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നും, ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ മെട്രോ ഒക്കെ ഉണ്ട് ഇപ്പോൾ അവിടെ. പക്ഷെ മെട്രോയിലും അങ്ങനെ ഒരു തിരക്ക് എന്നുള്ള ബുദ്ധിമുട്ടുള്ള തിരക്കൊന്നുമില്ല. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. ഞാനിപ്പോൾ മെട്രോയിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ബാഗ് മുന്നിലിടുമ്പോൾ ഈ ആൾക്കാർ നോക്കുന്നു, ഇതെന്താ ബാഗ് ഇങ്ങനെയല്ലല്ലോ ഇടേണ്ടത് എന്നുള്ള രീതിയിൽ. അവർക്കതൊന്നും ശീലിച്ചിട്ടില്ല. ഏതായാലും ബാംഗ്ലൂർ വളരട്ടെ, തിരക്ക് കൂടുമ്പോൾ അവർക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കുറച്ചു കാലം നല്ലൊരു ബാംഗ്ലൂർ ജീവിതം ആസ്വദിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷെ ക്ലൈമറ്റ് നല്ല പ്ലസന്റ് ക്ലൈമറ്റ്. മെയ് മാസമായിരുന്നിട്ടും കൂടെ നമ്മൾ ഒരു 2-3 കിലോമീറ്റർ ദിവസവും നടക്കും ഓഫീസിൽ പോകുന്ന വഴിക്ക്. പക്ഷെ എന്നാലും നമ്മൾ വേർക്കില്ല. ആ ഒരു നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ നമ്മൾ ബോംബെയിലാണ്, നമ്മുടെ ജീവിതം ബോംബെയിലാണ്. നമുക്ക് ഇവിടെ തന്നെ ജീവിച്ചേ പറ്റും. നൗ വി ആർ ഇൻ ലവ് വിത്ത് മുംബൈ, അല്ലാതെ എന്ത് പറയാനല്ലേ. ഏതായാലും നമുക്ക് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അവിടെ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതം നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിലേക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും അല്ലേ. അപ്പോൾ ഏതായാലും നമ്മുടെ ജൂൺ മാസത്തെ മീറ്റിംഗ് വെള്ളിയാഴ്ച നടന്നു. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട കുറച്ച് തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഇതുവഴി ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേ അജണ്ടകൾ നമ്മൾ കൈകാര്യം ചെയ്തിരുന്നു ഈ മീറ്റിങ്ങിൽ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ നമ്മളൊരു സമാജത്തിനെ പൂർവാധിക ശക്തിയോടുകൂടി നമ്മളൊന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലേക്ക് നീങ്ങുമ്പോൾ ഈ ഒരു അജണ്ട, ഈ ഒരു ഉദ്യമനങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ നോർക്കാക്കാട് നമ്മളിപ്പോൾ 2 പ്രാവശ്യമായി ഒരു ക്യാമ്പയിൻ നടത്തി. ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഏകദേശം ഒരു 45-50 പേരും, പിന്നെ ഇപ്പോൾ ഒരു 35 പേരും നമുക്ക് കാർഡുകൾ എടുത്തു. പക്ഷെ ഇനിയും ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അല്ലെ എല്ലാവർക്കും എടുക്കാം എന്നിരിക്കെ നമുക്ക് ഇപ്പം എടുത്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. നമ്മൾ നോർക്കാക്കാടും പ്രവാസി ക്ഷേമനിധിയും എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം സമാജത്തിനുണ്ട്. പക്ഷേ അതിലേക്ക് നീങ്ങണമെങ്കിൽ പരമാവധി ആൾക്കാർ നോർക്കാക്കാട് എടുത്തിരിക്കണം, തിരിച്ചറിയൽ കാർഡ് എടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് അത് കുറച്ച് ഊർജിതമായി നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആൾക്കാരിൽ അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് നമ്മൾ അത് എടുക്കണം, അതുപോലെ ക്ഷേമനിധിക്ക് ഇതെങ്ങനെയാണ് ബാധകമാകുന്നത്, അതുപോലെ ക്ഷേമനിധിയുടെ പ്രയോജനങ്ങൾ, ഇതൊക്കെ നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ ഓൺലൈൻ സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. നമുക്ക് പരമാവധി സംശയ നിവാരണം വരുത്താനും ശ്രമിക്കാം. അതിനുശേഷം ആ റെക്കോർഡിങ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കാനും നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് നോക്കാം. അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഇത് നമ്മൾ ഉടനെ തന്നെ നടത്തും, ഈ ഒരു ഓൺലൈൻ അവയർനെസ് സെഷൻ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മുടെ കുടുംബസംഗമം. അപ്പൊ നമ്മൾ കുടുംബസംഗമം നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. നമ്മളെ ഓരോ ഏരിയയിലും ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു 10 മലയാളി കുടുംബങ്ങളെങ്കിലും ഒരുമിച്ച് ചേർന്ന് പരസ്പരം പരിചയപ്പെടുക, അങ്ങനെ ഒരു അവസരം അവിടെ ഉണ്ടാക്കുക. അങ്ങനെ ആ ഒരു സംഗമത്തിൽ വെച്ച് നമുക്ക് ഈ നോർക്കാക്കാടും പ്രവാസി ക്ഷേമനിധിയും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. അതിന്റെ ഫോം പൂരിപ്പിച്ച് അവിടെ തന്നെ നമുക്ക് അത് വാങ്ങാം, അത് സ്വീകരിക്കാം. അതിനുശേഷം നമുക്കൊരു ചായ കുടിയോ അല്ലെങ്കിൽ ഒരു പരസ്പരം പരിചയപ്പെടലും പാട്ടും കളികളൊക്കെ ആയി നമുക്ക് അങ്ങനെ മുന്നോട്ട് നീങ്ങാം. അതിനുശേഷം നമുക്കത് എങ്ങനെ റിപ്പീറ്റ് ചെയ്യാം, എത്ര ഫ്രീക്വൻസിയിൽ റിപ്പീറ്റ് ചെയ്യാമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. 1 in a quarter ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്.
അപ്പോൾ അതാണ് അടുത്ത അജണ്ട. അപ്പോൾ ഇനി അടുത്ത ആഴ്ച മുതൽ ഓരോ ഞായറാഴ്ചയും ഒരു കുടുംബ സംഗമം എങ്കിലും നമുക്ക് വെക്കണം. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അതിനുള്ള സൗകര്യവും നിങ്ങൾക്ക് അതിന്റെ മഹാമനസ്കതയും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക, അറിയിക്കുക. നിങ്ങളുടെ വീട്ടിൽ ചെയ്യാം. നിങ്ങളുടെ അടുത്തുള്ള 10 കുടുംബങ്ങളെ വിളിക്കുക. വൈകുന്നേരം അപ്പോഴാണ് ഞായറാഴ്ച, ഒരു ഞായറാഴ്ച വിളിച്ച് പരിചയപ്പെടുക. എല്ലാവരും ഇത്രയേ ഉള്ളൂ, ചെറിയൊരു പരിപാടി. അപ്പോൾ അത് നിങ്ങൾ സൗകര്യമുള്ളവർ മുന്നോട്ട് വരിക. ഓക്കെ. അടുത്തത് നമ്മുടെ ഓണത്തിന്റെ കാര്യമാണ്. അപ്പോൾ ഓണവും പിന്നെ നമുക്കിപ്പം 2-3 പരിപാടികൾ ഈ വർഷം എന്തായാലും നിർബന്ധമായി നടത്തേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ AGM നടത്തണം, അതുപോലെ ഓണാഘോഷം നടത്തണം, പിന്നെ നമ്മുടെ സിൽവർ ജൂബിലിയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടി ഇങ്ങനെ ഗ്യാപ്പ് ഒരുമാതിരി അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മൾ സെപ്റ്റംബർ 1 ഓണാഘോഷവും അതുപോലെ AGM-ഉം ഒരുമിച്ച് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം അതാണ് തീരുമാനം. നമുക്ക് CAയുടെ സൈൻ ചെയ്ത ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടണം. നമ്മൾ ഓഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആണ്, എന്നാലും CAന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അതും കൂടി കംപ്ലീറ്റ് ആയി കിട്ടുകയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സെപ്റ്റംബർ 1 ഓണാഘോഷവും അതുപോലെ AGM-ഉം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. സിൽവർ ജൂബിലി അപ്പോൾ സെപ്റ്റംബർ 1 കഴിഞ്ഞാൽ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വർഷാവസാനത്തോടെ, ശരിക്കും ഈ നവംബർ മാസമാണ് നമ്മുടെ സമാജം രജിസ്റ്റർ ചെയ്തിട്ട് കൃത്യം 25 വർഷം പൂർത്തിയാവുന്നത്. അപ്പോൾ ആ അവസരത്തിൽ നമ്മൾ നവംബർ മാസ അവസാനം അല്ലെങ്കിൽ ഡിസംബർ 1-ാം തീയതി എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഒരു ഡേറ്റ് കണ്ടിട്ടുള്ളത്. ഡിസംബർ 1-ാം തീയതി അതൊരു ഞായറാഴ്ചയാണ്. അന്ന് നമ്മൾ സിൽവർ ജൂബിലി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ നാട്ടിൽ നിന്നുള്ള നല്ല കലാകാരന്മാരെ കൊണ്ടുവന്ന് നല്ലൊരു പരിപാടി നല്ല രീതിയിൽ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കുക. നമ്മൾ 1-2 കലാകാരന്മാരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ടൈമും അവരുടെ ബജറ്റും നമ്മുടെ ബജറ്റും ഒക്കെ അത് ടാലി ആവണം. അപ്പോൾ അതിൻ്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവാണ് ഈ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്നുള്ളത്. അതായത് SAF എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, KBMS സാഫ്. ഇത് വളരെ ക്രിട്ടിക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇനീഷ്യേറ്റീവാണ്. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ മലയാളി സമൂഹത്തിൽ നമുക്കിടയിൽ തന്നെ പലരും സാമൂഹ്യ സേവനത്തിന് തയ്യാറാണ്. പക്ഷെ ഒരു സമാജത്തിന്റെ കമ്മിറ്റിയിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു സ്ഥാനം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അത് ലീഡ് ചെയ്യാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. പക്ഷെ അവർ പലരും വളരെ നിസ്വാർത്ഥമായ പൊതുസേവനം ചെയ്യാൻ തയ്യാറുള്ളവരാണ്. പക്ഷെ നമുക്കിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെയൊക്കെ കൂട്ടി ഒരു കൂട്ടമായ ഒരു ഗ്രൂപ്പായി നിർത്തി വിളിച്ച വിളിപ്പുറത്ത് ഉള്ള ഒരു കൂട്ടം ആൾക്കാരായി അവരെ ഒരുമിച്ച് നിർത്താൻ നമുക്കിപ്പോൾ സാധിക്കുന്നില്ല. നമുക്കിപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആരെങ്കിലും വിളിച്ചാൽ ഒന്ന് സഹായിക്കാൻ വരണം എന്ന് പറയുന്നല്ലാതെ അതൊരു ഗ്രൂപ്പായി നിലനിർത്താൻ നമുക്ക് പറ്റുന്നില്ല. അത് പറ്റുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാവും. അതായത് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായം എത്തിക്കാൻ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് പറ്റും. ഇത് പലരും നമ്മൾ നോട്ടീസ് കൊടുക്കാൻ പോകുമ്പോഴും വല്ല കളക്ഷന് പോകുമ്പോഴും ഒക്കെ പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. നിങ്ങളിൽ പലരും അത് പറഞ്ഞിട്ടുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കണം എന്നുള്ളത്, ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നവരുടെ ഒരു ഗ്രൂപ്പ്, അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, ചെയ്യാൻ വേണം. അതായത് നിങ്ങൾ ആ ഗ്രൂപ്പിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജോലിയൊന്നും വിട്ടു വരണം എന്നല്ല പറയുന്നത്. അതായത് ജോലിയും കൂലിയൊക്കെ ഉള്ളവർക്ക് അതാണ് പ്രധാനം. ജോലിയും കുടുംബമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പൊതുസേവനം വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ വന്നിരിക്കണം. ഓക്കെ. ഇപ്പൊ ഒരു മരണം നടന്നു. ഇപ്പം ഞാനും ബോംബെയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പൊ നമ്മൾ ആ ഗ്രൂപ്പിൽ ആ മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളത് അവിടെ എത്തി അത് അറ്റൻഡ് ചെയ്യണം. ഓക്കെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് മരണം എന്ന് മാത്രമല്ല, വേറെ എന്തെങ്കിലും, ഒരാൾക്ക് അസുഖം വന്നു, ഒരാളെ പെട്ടെന്ന് കൊണ്ടുപോകണം ആശുപത്രിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടായി, അങ്ങനെ എന്തായാലും അങ്ങനെയുള്ള ഒരു ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്, അത് നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ തുടങ്ങാം. പിന്നെ അതിലൂടെ നമുക്ക് എന്തൊക്കെ ഇനിഷ്യേറ്റീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ മുന്നോട്ട് ചിന്തിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കും. നിങ്ങൾ ഒരു സാഫ് വളണ്ടിയർ ആവാൻ തയ്യാറാണെങ്കിൽ, സോഷ്യൽ ആക്ഷൻ ഫോഴ്സിൽ വളണ്ടിയർ ആവാൻ തയ്യാറാണെങ്കിൽ മുന്നോട്ട് വരിക. സ്വമേധയാ മുന്നോട്ട് വരണം. നമ്മൾ നിർബന്ധിക്കില്ല. കാരണം നമ്മളൊരു 30 ആൾ അതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ 30 ആളുടെ ആ കോൺഫിഡൻസ് വേണം. അതായത് ഈ 30 ആളുകൾ എന്തായാലും വിളിച്ചാൽ വരുമല്ലോ. അതായത് 30 ആളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആവശ്യം വരുമ്പോൾ ഒരാളും ഇല്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് സമയമൊന്നും ഒരുപാടൊന്നും വേണ്ട. ഇതൊക്കെ വളരെ അപൂർവമായിട്ടേ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഡെയിലി ബേസിസിൽ ഇപ്പൊ എനിക്കായാലും അങ്ങനെ വലിയൊരു
ഒരു 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 ലയബിലിറ്റി ആവുന്നില്ല ഈ ഈ സമാജത്തിലെ ഉത്തരവാദിത്വം ഇതൊന്നും. നമ്മൾ ദിവസം ഞാനൊരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ടെങ്കിലും ഇങ്ങനെ പോയി അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു മാസം 2-3 തവണയെ വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. സോഷ്യൽ ആക്ഷൻ ഫോഴ്സ്. ഓക്കെ. പിന്നെ നമ്മുടെ സ്ത്രീ ശക്തി. അപ്പൊ കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മളത് സംസാരിച്ചിരുന്നല്ലോ. അപ്പൊ സ്ത്രീ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മഹിളാ വിങ് ആണ്. മഹിളാ വിങ് എന്നുള്ള പേര് വേണ്ടെന്ന് കരുതി നമ്മളൊരു നോമിനേഷൻസ് ഒക്കെ തന്നു. നിങ്ങളിൽ പലരും അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പേരാണ് ഈ സ്ത്രീ ശക്തി എന്നുള്ളത്. സ്ത്രീ ശക്തി വളരെ ആവേശത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ ഏറെക്കുറെ അവർ പിന്തുടരേണ്ട നിയമാവലികൾ എന്തൊക്കെയാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഏകദേശം ഒരു രൂപമായി. അതിനുള്ള ഭാരവാഹികളായി അവര്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ അതിന്റെ മീറ്റിംഗ് നടന്നു. അപ്പോൾ ആദ്യമായിട്ട് അവർ ഏറ്റെടുക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചർച്ച നടത്തി. അപ്പോൾ ഇൻവൈറ്റ് ആയിട്ട് ഞാനും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പൊ നമ്മൾ ആ ഒരു സ്ത്രീ ശക്തിയുടെ കമ്മിറ്റി തീരുമാനിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ഡാൻസ് ക്ലാസ്സും അങ്ങനെയുള്ള പിന്നെ ടൈലറിങ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചത് ഒരു കാറ്ററിംഗ്, ചെറിയ രീതിയിലുള്ള കാറ്ററിംഗ് ആണ്. അതായത് നമ്മുടെ പിറന്നാൾ ആഘോഷങ്ങളായാലും ചെറിയൊരു പിന്നെ സെൻഡ് ഓഫോ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ ചെറിയ ആഘോഷങ്ങളോ എന്തെങ്കിലും വെക്കുമ്പോൾ ഒരു 50-100 പേർക്കുള്ള സ്നാക്സ് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സ്ത്രീ ശക്തിയുടെ വളണ്ടിയർമാർ തുടങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഇപ്പം നിങ്ങളെ സന്തോഷത്തോടെ അറിയിക്കാനുള്ളത്. നമ്മുടെ ജോളി സുരേന്ദ്രൻ ചേച്ചിയാണ് ഇതിന്റെ കോർഡിനേറ്റർ. ജോളി ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും ബന്ധപ്പെടാം. അത് ചേച്ചിയുടെ നമ്പറും ഞാൻ ഗ്രൂപ്പിൽ തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ചേച്ചിയെ സമീപിക്കുക. അപ്പൊ നിങ്ങളുടെ കൊടുക്കുന്ന പൈസ ആരുടെയും പോക്കറ്റിലേക്കല്ല പോകുന്നത്. അപ്പൊ അവര് അതിനുള്ള ചെലവ് കഴിച്ച് ബാക്കി സ്ത്രീ ശക്തി അവരുടെ പിന്നെ ലേബറിന്റെ പൈസയും കൂടി എടുത്ത് ബാക്കി പൈസ സ്ത്രീ ശക്തി ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ഇത് നമ്മുടെ വാക്കാണ്. ഓക്കെ. അപ്പോ അങ്ങനെ സ്ത്രീ ശക്തിയുടെ അപ്ഡേറ്റ് അതാണ്. അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ മുൻ സെക്രട്ടറി 18-ാം തീയതി മരിച്ചുപോയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. നമ്മളെല്ലാവരും അതിന്റെ ശവസംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അനുശോചന യോഗം നമ്മൾ ഇന്ന്, അതായത് ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് ജീന നിവാസിൽ വെച്ച് ചേരുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ അനുശോചന യോഗത്തിൽ പങ്കെടുക്കുക. നിങ്ങളിൽ പലരും കുമാരേട്ടനുമായി പല തരത്തിലും പല അവസരങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും. കുമാരേട്ടന്റെ കുടുംബവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അവർക്കും ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പോൾ എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളുമായി നമ്മൾ വീണ്ടും കാണാം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.